ബോഡിഗാർഡ് എന്ന മലയാളം സിനിമയിൽ നമ്മുടെ ദിലീപ് ഏട്ടന് ഒരു പാട്ട് സീനിൽ ഇലകളൊക്കെ വൃത്തിയാക്കുന്ന ഒരു കമ്പിയിൽ ചോട്ടി വീഴുന്നുണ്ട്. അതിന്റെ തമിഴ് വേർഷൻ നോക്കിയാലും നമ്മുടെ വിജയണ്ണൻ അതേപോലെ കമ്പിയിൽ ചോട്ടിയിട്ട് താഴെ വീഴുന്നുണ്ട് ഒരു പാട്ട് സീനിൽ. പക്ഷെ നമ്മുടെ സല്ലുബായിന് ഈ കമ്പി ഒന്നും ഒരു പുത്തിരിയല്ല. സല്ലുബായി ആ കമ്പിയിൽ ചവിട്ടിയ ശേഷം ആ കമ്പീനെ തന്നെ നോക്കി ഒന്ന് ടെററായിട്ട് കുറെ നേരം നിൽക്കും. വേണേൽ കമ്പി വീഴട്ടെ, ഞാൻ എന്തിനു വീണം എന്ന ഭാവത്തിൽ. മണിച്ചിത്രത്താഴ് എന്ന മലയാളം സിനിമയിൽ നകുലന് കൊടുത്ത ചായയിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞ് ലാലേട്ടൻ ഓടി വന്ന ആ ചായ നാച്ചുറലായിട്ട് തട്ടിയിടുകയാണ് ചെയ്തത്. എന്നാൽ അതിനെ ഹിന്ദിയിലോട്ട് വരുമ്പോൾ അക്ഷയ് കുമാർ ഒരു ഫ്ലോർ ചാടി വന്നിട്ടൊക്കെയാണ് ആ ചായ തട്ടിവിടുന്നത്. അതും നാച്ചുറലായിട്ട് തന്നെയാണ് തോന്നിയത്. എന്നാൽ മണിച്ചിത്രത്താഴിനെ തമിഴ് റീമേക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ അണ്ണന്റെ മാസ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ പറന്നു വന്നിട്ടൊക്കെയാണ് ആ ചായ തട്ടിവിടുന്നത്. CID മൂസ എന്ന മലയാളം സിനിമയിൽ ദിലീപേട്ടൻ SI ടെസ്റ്റിന് പോകുന്ന ഒരു സീനുണ്ട്. അതിൽ ജഗതിച്ചേട്ടൻ കള്ളത്തരം കാണിച്ച് ദിലീപേട്ടനെ പുറത്താക്കുമ്പോൾ അവിടെ നേരെ എണ്ണയിട്ട പോസ്റ്റിൽ കയറാനാണ് പറയുന്നത്. പക്ഷേ അത് കന്നഡ മൂസയിലോട്ട് വരുമ്പോൾ നമ്മുടെ നായകനെ ഇതേപോലെ ഡിസ്ക്വാളിഫൈ ആക്കുമ്പോൾ അവിടെ എണ്ണയിട്ട പോസ്റ്റിലൊന്നും കയറുന്നില്ല. പുള്ളി അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാവാം അധികം കഷ്ടപ്പെടുത്താതെ കഴിവ് കളിക്കാനായിട്ട് നേരെ പോയിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരെ അടിച്ചിടുന്നത്. ബോഡിഗാർഡ് എന്ന മലയാളം സിനിമയിൽ നായകനായ ദിലീപേട്ടന്റെ ബോൾസിൽ ബോൾ കൊള്ളുമ്പോൾ ദിലീപേട്ടനാണ് അവിടെ പരിക്ക് പറ്റുന്നത്. അതേപോലെ തന്നെ തമിഴിലോട്ട് വരുമ്പോൾ നായകനായ വിജയണ്ണനാണ് അവിടെ പരിക്ക് പറ്റുന്നത്. ബട്ട് ബോളിവുഡിലോട്ട് വരുമ്പോൾ അവിടെ നായകൻ സല്ലുബായ് ആയതുകൊണ്ട് തന്നെ സല്ലുബായിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല, അവിടെ ബോളാണ് പഞ്ചറാവുന്നത്. സല്ലുബായിനെ പറ്റി നമുക്കറിയാം, സല്ലുബായ് ഉരുക്കായതുകൊണ്ടാവാം ഡയറക്ടർ അങ്ങനെ വിചാരിച്ചത്, അതായത് ഫുട്ബോൾ പഞ്ചറായിക്കോട്ടെ എന്നാലും സല്ലുബായിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന്. എന്തല്ലേ. அவர் பேர் IPS விஜய் குமாரா கூட இருக்கலாம். ഇതുപോലെ കാണിക്കൂ. IPS सत्य फर्मा है. आप एक काम कीजिए, अपने रिश्तेदारों को बुला लो सर और क्रियाक्रम की तैयारी कर लो. സോറി. ചേട്ടാ, 2 പൊറോട്ട കറി വേണ്ട. എന്തിനാണ് അമറണത്? തിന്നാ പോരെ? അല്ല, ഇതൊന്ന് വെഞ്ചരിച്ചാലാവും. ധൈര്യമായിട്ട് ചേട്ടാ. വാടാ കൂട്ടാ, ഏട്ടനടുത്തേക്ക് വാ. പോരട്ടെ. പോയാ